ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. 11 ഡിവൈൻ ജസ്റ്റിസ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണിലിരുന്നു കൊണ്ട് ഈ റീഡിംഗ് വീക്ഷിക്കുന്ന നിങ്ങളെല്ലാവർക്കും വളരെ കൃത്യമായ ഒരു റീഡിങ്ങും അതോടൊപ്പം ഗൈഡൻസും തന്നനുഗ്രഹിക്കാൻ ഈ പ്രപഞ്ചശക്തിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിലവിലുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്. തിരക്കുകളെല്ലാം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ശാന്തമായിരുന്ന് റീഡിംഗ് കേൾക്കാൻ ശ്രമിക്കുക. കാം ആൻഡ് ക്വയറ്റായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. എങ്കിൽ മാത്രമേ ഈ റീഡിംഗ് റെസൊനേറ്റ് ആയി കിട്ടുകയുള്ളൂ. സോ പ്ലീസ് സ്റ്റേ കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് ഒരു 3 പ്രാവശ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഒരുമിച്ച് പങ്കിട്ട ആ സുന്ദരമായ നിമിഷങ്ങൾ ഒന്ന് ഓർത്തെടുക്കുക. Hey universe, show the current feelings of the person and the current situation of the relationship. അപ്പോൾ നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം 4 കാർഡ് വെക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് ആണ്. അടുത്ത 4 കാർഡ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് ആണ്. ആദ്യം നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് നമുക്ക് നോക്കാം. ആദ്യം വന്നിരിക്കുന്ന കാർഡ് ദ ഫൂൾ കാർഡാണ്. എയർ സൈൻ ആണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചസിനെയാണ് ദ ഫൂൾ കാർഡ് കാണിക്കുന്നത്. പെട്ടെന്നുണ്ടായ ഒരു മാറ്റം, സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു അപ്രതീക്ഷിത ചേഞ്ച്. ചിലർക്കിത് പുതിയ റിലേഷൻഷിപ്പും ആകാം. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ദ കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങളെന്ന് പറയുന്നത് വളരെ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. വളരെ സ്നേഹമുള്ള, കൂടെ നിൽക്കുന്ന ആളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ദ ഹാങ്ഡ് മാൻ ആണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ലോ പ്രോഗ്രസ് ആണ് നിങ്ങൾക്കുള്ളത്. ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ എന്തോ ഒരു ട്രോമ ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് ആണ്. അവിടെയും സോളിറ്റ്യൂഡാണ് പറയുന്നത്. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്പിരിച്വൽ ഗ്രോത്ത് ത്രൂ സോളിറ്റ്യൂഡ്, അതാണ് ഈ കാർഡിൻ്റെ അർത്ഥം. നിങ്ങളുടെ കറണ്ട് എനർജി നോക്കുമ്പോൾ, മൊത്തത്തിൽ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ, നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്നേഹമുള്ള, ഒരുപാട് കരുതലുള്ള, കൂടെയുള്ള ആളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള നിങ്ങളെ ഒരു ഹാങ്ഡ് മാൻ അവസ്ഥയിലോട്ട് കൊണ്ടുപോയി ഒരു ഹെർമിറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ചില ഇന്നർ കളികൾ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. 2 കാർഡാണ് പ്രശ്നം, ഈ ഹാങ്ഡ് മാൻ ആൻഡ് ഹെർമിറ്റ്. നിങ്ങളെ ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ അകാരണമായിട്ടുള്ള ഭയം, എന്തോ ഒന്ന് നിങ്ങളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇറ്റ്സ് എ ബ്ലാക്ക് മാജിക്. ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുമ്പോൾ പേടിക്കേണ്ട കേട്ടോ. ഇതൊരു തരം ഇമോഷനാണ്. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതിനെയും ബ്ലാക്ക് മാജിക് എന്ന് പറയും. അത് നമ്മളുടെ സുഹൃത്തുക്കളാകാം, കൊളീഗ്സ് ആകാം, അങ്ങനെ ആരും ആകാം. ചിലപ്പോൾ നമ്മളുടെ ചിന്തകൾ തന്നെ നമ്മൾക്കെതിരെ തിരിയും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്കറിയാം അതെന്താണ് സംഭവമെന്ന്. നിങ്ങളൊന്ന് ചുറ്റുപാടും കണ്ണോടിച്ചാൽ മതി ഈ ബന്ധത്തിന് എതിരായി നിൽക്കുന്ന ആരാണ് എന്നുള്ളത്. ഹെർമിറ്റ് മോഡിലേക്ക് പോയി ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ ബന്ധത്തിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നോക്കിക്കാണുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്. അടുത്തതായി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നോക്കാം. ഒന്നാമത്തെ കാർഡായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ലോജിക്കലായിട്ടുള്ള, ക്ലിയർ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ ചെറിയ തെറ്റിന് അവർ ഇമോഷണൽ ഡിസ്റ്റൻസ് ഇടും. അവർക്ക് നിങ്ങളെപ്പോലെ ഈ റിലേഷൻഷിപ്പിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ചില ഡിമാൻഡുകൾ വയ്ക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ചാരിയറ്റ് ആണ്. ഇനിഷ്യേറ്റീവ് ഇൻ റിലേഷൻഷിപ്പ്, ചലഞ്ചസ് ഓവർകം, മൂവ് ഫോർവേഡ്, ടേക്കിംഗ് കൺട്രോൾ. ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഹി ഓർ ഷീ ഈസ് ദ വാരിയർ, വൺ മാൻ ആർമി എന്നൊക്കെ പറയാം. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാകും.
നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു പ്രോസ്പെരിറ്റി കാണിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും. ഇൻവെസ്റ്റ് ടൈം ആൻഡ് എനർജി. അവർ അവരുടെ ടൈമും എനർജിയും ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് വൺസ് ആണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള കരിസ്മാറ്റിക്കായ പാഷനേറ്റായ ഒരു പാർട്ണറാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അവർക്ക് ഈ ബന്ധത്തിൽ വളരെ കോൺഫിഡൻസ് ഉണ്ട്. അവർ നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. നിങ്ങളോട് അവർക്ക് വല്ലാത്തൊരു അട്രാക്ഷനുണ്ട്. അത് ഫിസിക്കലായാലും മെൻ്റലായാലും എല്ലാ രീതിയിലും അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, അതിലേറെ അട്രാക്റ്റ് ചെയ്യുന്നു. കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. പറച്ചിൽ മാത്രമല്ല, അവർ പ്രവർത്തിച്ച് കാണിക്കും. നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്ങിൻ്റെ ഒരു ഔട്ട്ലുക്ക് പറയാനാണെങ്കിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ ആ ഒരു ഇൻറ്റൻഷനൊക്കെ വളരെ ക്ലിയർ ആണ്. അവർ ആത്മാർത്ഥമായി തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നതാണ് ശരി എന്നൊരു വിചാരവും അവർക്കുണ്ട്. ചെറുതായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു, അല്ലേ? അത് ഈ ഒരു ബന്ധത്തിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയേണ്ടി വരും. ഇനി നമുക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടുപേരുടെയും ഫീലിംഗ് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഔട്ട്കം എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഒരു സ്ലോ ഗ്രോത്ത് ആണ്. എങ്കിൽ തന്നെയും രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടേണ്ടിയിരിക്കുന്നു. ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കുള്ളത്. ഇതൊരു ലോങ് ടൈം സെക്യൂരിറ്റി ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണ്. ഓവറോൾ എനർജി നോക്കുമ്പോൾ പ്രശ്നം നിങ്ങൾക്കാണ്. ഹാങ്ഡ് മാൻ, ഹെർമിറ്റ് ഒക്കെ വന്നിരിക്കുന്ന നിങ്ങൾക്കാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ ബന്ധം തുടർന്നു കൊണ്ട് പോകണോ വേണ്ടായോ എന്നുള്ള നിങ്ങളുടെ ആ ഒരു ചിന്ത അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കുണ്ടായത്? നിങ്ങൾ രണ്ട് വ്യക്തികൾക്കിടയിലുണ്ടായ പ്രശ്നമാണോ, അതോ പുറത്തുനിന്നുള്ള ആളുകളുടെ ഇൻ്റർഫിയറൻസ് ആണോ, അവരുടെ ഇടപെടൽ കൊണ്ടാണോ ഇങ്ങനെ ഉണ്ടായത്? നിങ്ങൾക്കാണ് ആ വ്യക്തിയെ നന്നായി അറിയാവുന്നത്. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അല്ല. അയാൾക്ക് തിരിച്ചു നിങ്ങളെ ആണ് അവർക്ക് നന്നായിട്ട് അറിയാവുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരാളെ കയറ്റേണ്ട കാര്യമില്ല. നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും അവസ്ഥകൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഈ ഹാങ്ഡ് മാൻ, ഹെർമിറ്റ് എന്ന മോഡിൽ നിന്നും എന്ന് മാറുന്നോ അന്ന് ഈ ഒരു റിലേഷൻഷിപ്പിനൊരു പുരോഗതി ഉണ്ടാകും. ആത്മാർത്ഥമായി ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളെ പരീക്ഷിക്കാൻ നിൽക്കരുത്. ഈ റീഡിങ്ങിൽ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. അവർക്ക് എന്താണ് വേണ്ടത് എന്നവർക്ക് നന്നായിട്ടറിയാം. ഒരു ഗൈഡൻസായിട്ട് പറയാനാണെങ്കിൽ ഈ ഒരു ബന്ധം നന്നായി ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ വർക്കൗട്ട് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തീർത്തും പറ്റില്ല എന്നൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പ്ലീസ് ലെറ്റ് ഗോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും റെസണേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. വളരെ നല്ല ഒരു റീഡിംഗ് ആയിരുന്നു. വളരെ നല്ല സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അത് ഒരു പുതിയ റിലേഷൻഷിപ്പാകാം, ഒരു മാരേജ് റിലേഷൻഷിപ്പാകാം, അതല്ല എങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റലാകാം. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളുടെ കൂടിച്ചേരലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. താങ്ക് ഗോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി എങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. റീഡിംഗ് റെസണേറ്റ് ആയവർ താഴെ കമൻറ്റ് ചെയ്യുക. ഏത് മതസ്ഥർക്കും ഈ ഒരു ടാരറ്റ് കാർഡ് റീഡിംഗ് കാണാവുന്നതാണ്. നമ്മളെല്ലാം വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയെ സാക്ഷിയാക്കിയാണ് ഞാൻ ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ അറിഞ്ഞുകൂടാത്ത ആളുകൾ നിങ്ങൾ ജനിച്ച മാസം കമൻറ്റ് ചെയ്താൽ മതിയാകും. ഇനി അതും പറ്റാത്തവർ പേര് കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അടുത്ത ഒരു റീഡിങ്ങുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു യൂണിവേഴ്സ്.